ഏവർക്കും സ്പോട്ടോപ്പയിലേക്ക് സ്വാഗതം. 2004 മുടി നീട്ടി വളർത്തിയ ഒരു റാഞ്ചിക്കാരൻ പയ്യൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് കടന്നു വരുന്നു. ബംഗ്ലാദേശ് പര്യടനം. നേരിട്ട ആദ്യ പന്ത് തന്നെ റണ്ണൌട്ടാകുന്നു. പര്യടനത്തിൽ ഉടനീളം മോശം പ്രകടനം കാഴ്ചവെക്കുന്നു. അടുത്തത് പാകിസ്ഥാൻ പര്യടനം. സൗരവ് ഗാംഗുലിയുടെ നിർബന്ധത്താൽ അയാൾ ടീമിൽ സെലക്ട് ചെയ്യപ്പെടുന്നു. ആരാധകരെല്ലാവരും നെറ്റി ചുളിക്കുന്നു. കാരണം ക്രിക്കറ്റ് പാഠപുസ്തകത്തിൽ ഉള്ള ഒരു ഷോട്ട് പോലും അയാളുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. മികച്ച കവർ ഡ്രൈവുകളോ സ്ട്രൈറ്റ് ഡ്രൈവുകളോ അയാൾക്ക് കളിക്കാൻ അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ 20 വർഷങ്ങൾക്കിപ്പുറം അയാൾ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ മുഖമാണ്. ആരാധകർക്ക് തലയാണ്. മികച്ച ഫിനിഷറാണ്. മികച്ച വിക്കറ്റ് കീപ്പറാണ്. മികച്ച ക്യാപ്റ്റനാണ്. അയാൾ എല്ലാമാണ്. 2024 ഏപ്രിൽ 14. വേദി വാങ്കഡെ. ചെന്നൈ മുംബൈ മത്സരം പിരിമുറുകുകയാണ്. ഡാനി മിച്ചൽ ക്രീസിൽ. റൺസ് കണ്ടെത്താൻ വിഷമിക്കുന്നു. അതിനിടയിൽ IPL ഫാൻ പോൾ ക്വസ്റ്റ്യനിൽ ഒരു ചോദ്യമുയരുന്നു. നിങ്ങൾ എന്ത് കാണാനാണ് ജോലി ഉപേക്ഷിക്കുക എന്നുള്ളത്? ബുംറയുടെ യോർക്കർ, സൂര്യകുമാറിന്റെ ഫ്ലിക്കിലൂടെയുള്ള 6, ധോണി ക്രീസിലേക്ക് വരുന്നത്. ആരാധകർ ഒന്നടങ്കം ഉത്തരം പറയുന്നു, ധോണി ക്രീസിലേക്ക് വരുന്നതും കാത്ത് എന്ന്. അങ്ങനെ അയാൾ വാങ്കഡയിലേക്ക് ഇറങ്ങുകയാണ്. വാങ്കഡയിലേക്ക് ഇറങ്ങുമ്പോൾ 2011 വേൾഡ് കപ്പിൽ ശ്രീലങ്കയ്ക്കെതിരെ ലോങ് ഓണിന് മുകളിലൂടെ നേടിയ 6 അയാളുടെ മനസ്സിൽ മിന്നുമാഞ്ഞു പോയിട്ടുണ്ടാകില്ലേ? ഇനി ബാക്കിയുള്ളത് വെറും 4 പന്ത്. നേരിടേണ്ടത് ഇന്ത്യയുടെ സ്റ്റാർ ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യയെ. ആദ്യ പന്ത് തന്നെ ലോങ് ഓഫിന് മുകളിലൂടെ ഒരു 6, രണ്ടാം പന്ത് ലോങ് ഓണിന് മുകളിലൂടെ പറന്നിറങ്ങിയ 6, മൂന്നാം പന്ത് ഒരു പുൾ ടോസർ. കണ്ണടച്ച് തുറക്കും മുന്നേ ബുള്ളറ്റ് വേഗതയിൽ അത് ഗാലറിയിൽ. നാലാം പന്തിൽ ഒരു ഡബിൾ. 4 പന്തിൽ 20 റൺസ്. സ്ട്രൈക്ക് റേറ്റ് ആകട്ടെ 500. അയാളുടെ പ്രായം 43 ആണ് എന്ന് ആലോചിക്കണം. സിക്സറുകൾ വാരിക്കൂട്ടിയപ്പോഴും ഹർദിക് പാണ്ഡ്യയുടെ മനസ്സ് ജാള്യതയാൽ മാഞ്ഞു പോയിട്ടുണ്ടാകില്ലേ? അതോ ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട ഏറ്റവും ഫിനിഷറുടെ കയ്യിൽ നിന്നാണ് 6 നേടിയതെന്ന് പറഞ്ഞ് അയാൾ സ്വയം ആശ്വസിച്ചുണ്ടാകുമോ? എന്തായാലും അറിയില്ല. രോഹിത് ശർമ്മയുടെ സെഞ്ചുറിയും ഗെയ്ക്വാദിന്റെയും ശിവദുബയുടെയും 50കളും പിറന്ന മത്സരം. പക്ഷേ ഈ മത്സരത്തെ വേറിട്ട് നിർത്തിയത് ധോണി നേടിയ ആ 20 റൺസ്. മുംബൈ അടിയറവ് പറഞ്ഞതും ആ 20 റൺസിന്. വിജയം നേടി മൈതാനമധ്യത്തിലൂടെ അയാൾ നടന്നു നീങ്ങുമ്പോഴും അയാളുടെ മുഖത്ത് അമിതാഹ്ലാദങ്ങളോ സന്തോഷങ്ങളോ ഇല്ല. അയാൾ അങ്ങനെയാണ്. ക്യാപ്റ്റൻ കൂളാണ്. ആരാധകർക്കെല്ലാവർക്കും അയാൾ തലയാണ്. 1000 തലകൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ മിന്നുമാഞ്ഞു പോയാലും ആരാധകർ ഒന്നടങ്കം പറയും, തല പോൽ വരുമ. ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് മൈൻഡിൽ വെച്ചേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.